പറഞ്ഞ ശേഷം ഇളയ മകന് സ്വത്തെല്ലാം പകുത്തു കൊടുത്തു. അവൻ സ്വത്തെല്ലാം വിറ്റ് കാശ് കീശയിലാക്കി ദൂരദേശത്തേക്ക് കടന്നുപോയി. അവൻ അവന്റെ അപ്പന്റെ സ്നേഹവും സ്വന്തം ഭവനമെല്ലാം തള്ളിക്കളഞ്ഞ് ഒരു പട്ടണ പ്രദേശത്തേക്ക് കടന്നുപോയി. അവിടെ അവന് അനേകം കൂട്ടുകാരെ കിട്ടി. മദ്യവും മയക്കുമരുന്നും കഞ്ചാവും പാട്ടും കൂത്തുമെന്ന് വേണ്ട, അവൻ ഉല്ലസിക്കുകയായിരുന്നു. എന്നാൽ അവന്റെ കയ്യിലെ പണം തീരുന്നത് അവൻ തന്നെ അറിഞ്ഞില്ല. പണം മുഴുവനും തീർന്നപ്പോൾ അവന്റെ കൂട്ടുകാർ ഓരോന്നായി അവനെ വിട്ടുപോകാൻ തുടങ്ങി. അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു. സമാധാനമില്ലാതെ ആ നാട് മുഴുവനും അവൻ അലഞ്ഞു. കിട്ടിയതോ പന്നികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ജോലി. ആ ജോലി അവൻ ചെയ്യാൻ തീരുമാനിച്ചു. വീണ്ടും പോലെ ഭക്ഷണമില്ല, പന്നികൾക്ക് കൊടുക്കുന്ന കാവീട് കഴിച്ച് വിഷപ്പടക്കുന്നു. അങ്ങനെ ഒരു ദിവസം പന്നികളുടെ കയ്യിൽ നിന്ന് തല കിടി കിട്ടുന്നതാണെന്ന് അറിയത്തില്ല, അവന് സ്വബോധം വന്നു. അവൻ തന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ച് ചിന്തിച്ചു. എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്ര ജോലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, എന്നാൽ ഞാൻ പന്നികൾക്ക് കൊടുക്കുന്ന തവിട് കഴിച്ച് വിഷപ്പടക്കുന്നു. അങ്ങനെ അവൻ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് അവൻ ഇപ്രകാരം തീരുമാനിച്ചു, അതെ, ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. അതെ, ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. അവിടെ ചെന്ന് ഞാൻ എന്റെ അപ്പന്റെ കാൽക്കൽ വീണ് അപ്പനോട് ഇപ്രകാരം പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഇതിന്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ വേലക്കാരിൽ ഒരാളെ പോലെ എന്നെ കാണണമേ എന്ന് പറയും എന്നവൻ തീരുമാനിച്ചു. അവൻ പന്നികളുടെ അടുത്ത് നിന്ന് അപ്പന്റെ ഭവനം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അവൻ ദൂരെ നിന്ന് അപ്പന്റെ ഭവനം കണ്ടു. എന്നാൽ അവന്റെ അപ്പൻ അവൻ പോയ അന്നു മുതൽ എല്ലാ ദിവസവും പുറത്തിറങ്ങി നോക്കി നിൽക്കുമായിരുന്നു. എന്റെ മകൻ വരുന്നുണ്ടോ, എന്റെ മകൻ വരുന്നുണ്ടോ, ഒന്ന് വന്നിരുന്നെങ്കിൽ. സ്നേഹനിധിയായ ആ അപ്പൻ തന്റെ മകന്റെ മടങ്ങി വരുവിനായി നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അതാ വേച്ച് വേച്ച് കേറിയ വസ്ത്രങ്ങളുമായി മേലിഞ്ഞുണങ്ങി ഒരാൾ കടന്നു വരുന്നു. അപ്പന് മനസ്സിലായി അത് തന്റെ മകൻ തന്നെയാണെന്ന്. അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. മകനെ, നീ മടങ്ങി വന്നല്ലോ. പുത്രന്റെ പേക്കോലം കണ്ട പിതാവ് പൊട്ടിക്കരഞ്ഞു, തന്റെ മനസ്സറിഞ്ഞു. കെട്ടിപ്പിടിച്ചവനുമ്മ കൊടുത്തു. പുത്രന്റെ പേക്കോലം കണ്ട പിതാവ് പൊട്ടിക്കരഞ്ഞു, തന്റെ മനസ്സറിഞ്ഞു. വേലക്കാരെ വിളിച്ചു. വേലക്കാരെ, ഓടി വരുവിൻ, ഇതാ എന്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു. അവന് നേത്രമായ വസ്ത്രം കൊണ്ടുവരുവിൻ. അവനെ കുളിപ്പിച്ച് അവന്റെ മുടിയെല്ലാം നല്ലപോലെ വെട്ടി സുന്ദരനാക്കി എന്റെ മുൻപിൽ കൊണ്ടുവരുവിൻ. ഇന്ന് ഈ വീട്ടിൽ ആഘോഷമാണ്. മേത്തരമായ ഒരു കാളക്കുട്ടിയെ അറക്കുവിൻ. നല്ല വിരുന്ന് എല്ലാവർക്കും വേണ്ടി ഒരുക്കുവിൻ. അവിടെ വന്ന എല്ലാവർക്കും അപ്പന്റെ സന്തോഷം കണ്ട് ആശ്ചര്യം തോന്നി.
മകനെ തിരിച്ചു കിട്ടിയ അപ്പൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. സഹോദരങ്ങളെ, 2024 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്ന നമ്മുടെ യേശുനാഥൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. സമാധാനമില്ലാതെ അലയുന്ന ഏവരുമേ വരുമേ ക്രിസ്തുവിലേക്ക്, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ ഈ ചെറിയ കഥാപ്രസംഗം ഇവിടെ വിരാമമിടുന്നു. ദൈവം